ഒക്ടോബർ 17 അന്ത്യോഖ്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അന്ത്യോഖ്യയിലെ സഭയുടെ ഒരു സന്തതി ആയിരിക്കണം ഇഗ്നേഷ്യസ്. യേശുവിന്റെ സമകാലികനും യേശുവിന്റെ ശിഷ്യന്മാരുടെ സഹപ്രവർത്തകനും ശിഷ്യന്മാരിൽ ഇളയവനായ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനും കൂടിയായിരുന്നു ഇഗ്നേഷ്യസ്. അദ്ദേഹം യേശുവിൽ നിന്ന് തന്നെ യേശുവിന്റെ ദർശനങ്ങൾ സ്വാംശീകരിച്ചെടുക്കാനും പ്രഭവസ്ഥാനത്തിൽ തന്നെ അത് സ്ഥിരീകരിക്കപ്പെടാനും ഇടവന്ന ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ടാണ് വളർന്നു വന്നത്. ഒരിക്കൽ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രോട്ടോകോളിന്റെ ഒരു പ്രശ്നം പൊങ്ങി വന്നു. അവരിൽ ആരാണ് വലിയവൻ എന്നുള്ളതായിരുന്നു അവരുടെ തർക്കം. അത് മനസ്സിലാക്കിയ യേശു അടുത്തു നിന്നിരുന്ന ഒരു ശിശുവിനെ അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകാൻ ആഗ്രഹിക്കുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ എന്ന യേശുവിന്റെ വചസ്സുകൾ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ കുട്ടിയാണ് അന്ത്യോഖ്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എന്നാണ് സഭയുടെ ഇന്നുള്ള വിശ്വാസ പാരമ്പര്യം. വിശ്വാസത്തിൽ അടിസ്ഥാനം വിട്ട് വളരാൻ ഇടവന്ന ഇഗ്നേഷ്യസ് 69 അന്ത്യോഖ്യയിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. തന്റെ സഭാമക്കളെ പൈതൃകമായ കാരുണ്യത്തോടും കരുതലോടും കൂടിയാണ് അദ്ദേഹം ശുശ്രൂഷിച്ചു പോന്നിരുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുകൂടിയിരിക്കുന്ന അവസരത്തിലായിരുന്നു 105 ആണ്ടിൽ ട്രാജൻ ചക്രവർത്തി റോമിൽ മതമർദ്ദനത്തിനു വേണ്ടി വിളംബരം ചെയ്യുന്നത്. മതമർദ്ദന വിളംബര പ്രഖ്യാപനം പരിസരവാസികളെയൊക്കെ സ്പർശിക്കാനിടവന്ന ദുരന്തങ്ങൾക്ക് വഴിവെച്ചതാണ്. അങ്ങനെ ഒരിക്കൽ ട്രാജൻ ചക്രവർത്തി ബിഷപ്പായിരുന്ന ഇഗ്നേഷ്യസിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, താങ്കളാണോ യേശുക്രിസ്തുവിന്റെ പഠനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന പിശാചാണോ താങ്കൾ എന്ന് ഇഗ്നേഷ്യസിനോട് ചക്രവർത്തി ചോദിച്ചപ്പോ ഇഗ്നേഷ്യസ് ചക്രവർത്തിയോട് പറയുകയാണ്, ഞാൻ പിശാചല്ല, ഞാൻ യേശുക്രിസ്തുവിന്റെ പുരോഹിതനാണ്. ഇത് കേട്ട ചക്രവർത്തി ഉടനെ തന്നെ കോപാവിഷ്ഠനായിട്ട് വിളംബരം പുറപ്പെടുവിക്കുകയാണ്, ഇയാളെ പൊതുവിനോദ ദിവസത്തിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് വിട്ടുകൊടുക്കുക. പരിചാരകന്മാർ ചക്രവർത്തിയുടെ ആജ്ഞ നടപ്പിലാക്കാൻ വേണ്ടി ഇഗ്നേഷ്യസിനെ സമീപിക്കുന്നു. ഇഗ്നേഷ്യസ് വളരെ സന്തോഷത്തോടുകൂടെ തന്റെ 2 കൈകളും കാണിച്ചു കൊടുത്തുകൊണ്ട് ബന്ധിക്കൂ ഈ കരങ്ങളെ എന്ന് പറയുന്നു. അങ്ങനെ ബന്ധിതനായിട്ടുള്ള ഇഗ്നേഷ്യസ് തന്റെ കയ്യിൽ കിടക്കുന്ന വിലങ്ങ് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇത് ഞാൻ ഒരു നിധിയായിട്ട് സൂക്ഷിക്കുന്നു. എന്നെ സംബന്ധിച്ച് വലിയൊരു ആഭരണമാണ് ഈ വിലങ്ങ്. യേശുവിന്റെ ആശയങ്ങൾക്ക് വേണ്ടി ബന്ധിതനാകാൻ ഇടവന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. തുടർന്ന് ഇഗ്നേഷ്യസ് പറയുന്നു, ഞാൻ വെറും ഗോതമ്പ് മണിയാണ്. ഈ ഗോതമ്പ് മണി വന്യമൃഗങ്ങളാൽ കടിച്ച് പൊടിച്ച് അത് പൊടിയായി തീരണം. ആ പൊടി കൊണ്ടാണ് യേശുവിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ദിവ്യകാരുണ്യമായിട്ട് അത് തീരേണ്ടത്. അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കാൻ ഇടവരിക എന്നുള്ളതിൽ ഞാൻ യഥാർത്ഥത്തിൽ അഭിമാനിക്കുന്നു. അങ്ങനെ പറയുന്ന ഇഗ്നേഷ്യസിനെ ആരാച്ചാരന്മാർ വിളിച്ചുകൊണ്ടുപോവുകയും അദ്ദേഹത്തെ വന്യമൃഗങ്ങൾക്ക് ഒരു പൊതു വിനോദ ദിവസം വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. സിംഹം അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ജീവനോട് കൂടെ കടിച്ചു തിന്നുകയും അങ്ങനെ ക്രിസ്തുവർഷം 107 ആണ്ട് ഡിസംബർ മാസം 20 തീയതി വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി തീർന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് തലമുറകളുടെ ആവേശം ഉണർത്തുന്ന ഓർമ്മയാണ് ഇന്നും.